ഹായ് ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് ഒരു 1/2 കിലോ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു 1/2 കിലോ കേക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ഇത് വന്നിട്ട് എൻ്റെ നാത്തൂനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾ വർഷത്തിൽ 4 കേക്കോളം മിനിമം വാങ്ങാറുണ്ട്. അപ്പം എല്ലാ പ്രാവശ്യവും 1 kg 1.5 കിലോ 2 കിലോ അങ്ങനെയൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം 1/2 കിലോ കേക്കാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഓവൻ. ഹാവൽസിൻ്റെ 66 ലിറ്ററിൻ്റെ ഓവനാണ് കേട്ടോ. ഒരു ടൈമിൽ തന്നെ 3-6 കിലോയൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഓവനാണ് കേട്ടോ. പക്ഷേ നമുക്ക് അത്രയൊന്നും ബൾക്കായിട്ട് ഓർഡർ വരാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ 1 kg കേക്ക് ചെയ്യുന്നതും 1/2 kg കേക്ക് ചെയ്യുന്നതും ഒരേ എഫർട്ടാണ് കേട്ടോ. ഒരേ കറണ്ടാണ്, ഒരേ എഫർട്ടാണ്, എല്ലാം കൊണ്ടിട്ടും ഒരേപോലെയാണ്. അപ്പം നമുക്കൊരു 1-2 മുട്ടയുടെ ഒരു ഇച്ചിരി മാവിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുന്നത്. അപ്പം ചില കസ്റ്റമർ ആണെങ്കിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും 1/2 കിലോ കേക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ ഇതുകൊണ്ടിട്ടാണ് നമ്മൾ 1/2 കിലോ ചെയ്യത്തില്ല എന്ന് പറയുന്നത് കേട്ടോ. എങ്കിലും ചില കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ അവർ നമ്മുടെ നിന്ന് വാങ്ങുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഓർഡർ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് 1 kg ചെയ്യുമ്പോഴത്തേക്ക് ഒരു 650 രൂപ കിട്ടുമെങ്കിൽ 1/2 kg ചെയ്യുമ്പോൾ അതിന് 325 രൂപയല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 1/2 kg ചെയ്യുന്നതും 1 kg ചെയ്യുന്നതും ഒരേ എഫർട്ടാണ്, ഒരേ ഇതാണ്, എല്ലാം കൊണ്ടിട്ടും ഒരേപോലെയാണ്. അപ്പം അതിൻ്റെ വെയിറ്റിൽ പോലും വലിയ വേരിയേഷൻസ് വരാറില്ല. സാധാരണ 1 kg ചെയ്യുമ്പോൾ ഒരു 1-200 ഒക്കെ വരുന്നിടത്ത് 1/2 kg ചെയ്യുമ്പോൾ 800-900 ഗ്രാമൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 325 രൂപയ്ക്ക് കേക്ക് കൊടുത്താൽ മുതലാവുന്നതെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ ഇരുന്നാൽ പോരെ. ചിലർ വന്നിട്ട് പറയും ബേക്കറിയിൽ 300 രൂപയ്ക്ക് കേക്ക് ഉണ്ടല്ലോ, 325 രൂപയ്ക്ക് കേക്ക് ഉണ്ടെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ബേക്കറിയിലെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ബൾക്കായിട്ട് സ്പഞ്ചുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കട്ട് പീസുകൾ എടുത്തിട്ട് ഒരു കേക്ക് ആക്കിയാൽ പോലും അവർക്ക് അത് 300 രൂപയ്ക്ക് വിറ്റാൽ അവർക്ക് ലാഭമല്ലാതെ അതിലൊന്നുമില്ല. നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു കേക്ക് ചെയ്യുന്നത്. ആ ഒരു കേക്കിന് എടുക്കുന്ന സമയം എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്കത് നഷ്ടം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ കേക്കിന് എപ്പോഴും 1/2 kg കേക്കിന് നോർമൽ കേക്കുകൾക്ക് 50 രൂപ എക്സ്ട്രായും നട്ട്സ് വരുന്ന കേക്കുകൾക്ക് 100 രൂപ എക്സ്ട്രായുമാണ് ഞാൻ വാങ്ങുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് വാങ്ങുന്നത്? ഇത് തന്നെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് 900 ഗ്രാം കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ഫോട്ടോ ഞാൻ എന്തായാലും ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇത് പിസ്ത ഫ്ലേവർ ആയിരുന്നു, പിസ്ത ഫ്ലേവർ അല്ല പിസ്ത കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് പിസ്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അല്ലാതെ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ നീറ്റ് ആൻഡ് സ്വീറ്റ് എന്നുള്ള യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.